നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? എന്റെ വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. പിന്നെ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോലി സ്ഥിരമില്ല ചെയ്യുന്നുണ്ട്. പേയ്മെന്റ് 5-6 എല്ലാം ചോദിക്കുന്നുണ്ട് ഓരോരോ പ്രോഗ്രാം. ഡാൻസ്, പാട്ട്, ബാക്കി എല്ലാം. ഇപ്പൊ നിങ്ങൾ കാറിനൊക്കെ ചാടി സംഭവം അവര് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതാണോ അതോ നിങ്ങൾ സ്വയം കൈയിട്ട് ചെയ്യുന്നതാണോ? അല്ല, നമ്മള് സ്വയം കൈയിട്ട് ചെയ്യുന്നതാണ്. അവര് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വെറൈറ്റി ആയിട്ട് ഓരോ ഇത് സ്റ്റൈല് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം. അതൊക്കെ നിങ്ങൾ കയ്യിൽ തന്നെ ചെയ്യുന്നതാണ്. നമ്മള് പിന്നെ അവരും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇനി നല്ല നമ്മുടെ പുതിയ ആപ്പിളാക്കി നല്ലൊരു ഉന്മേഷം കൊടുക്കാം, അവർക്ക് ആവേശം കൊടുക്കാൻ. ഇല്ല, വളരെ സ്നേഹപൂർവ്വം എല്ലാവരും. സിനിമയിൽ കയറാൻ താല്പര്യമുണ്ട്, നല്ല അവസരം കിട്ടിയാല് കയറാൻ താല്പര്യമുണ്ട്. ഇത് റിവ്യൂ മേഖലയില് ഏറ്റവും ഉപദ്രവിച്ചതിട്ട് ഇത്രയിലും ഇത്ര അറിയപ്പെടുന്ന ഒരു വ്യക്തിയെങ്കിലും പെരേര നല്ല ആലിൻ ജോസ് പെരേര ഭയങ്കര ഇൻസൾട്ട് ആയത്. നമ്മ വരുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. ഡാൻസ് ആ സമയത്ത് നമ്മ കറക്റ്റ് ഉണ്ടായി. പക്ഷെ പൊങ്ങി വരുന്നെന്ന് അവന് തോന്നിയ ശേഷം അവന് നമ്മളെ കാണുന്നത് ഇഷ്ടമില്ല. ഞാൻ വന്ന് പറഞ്ഞു അതിനുശേഷം അവന് ഭയങ്കര ഇത് നമ്മള് പൊങ്ങി വരുന്ന രീതിയില് പിന്നെ വളരെ ഇൻസൾട്ട് ആക്കി ഓരോന്ന് പറയും, പറ്റി ഓരോന്ന് പറയും. അവൻ ചെയ്യുന്നത് എന്തെന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം. കാസർഗോഡ് പോലീസ് നമ്മള് ആടെ പോയ ശേഷം അവന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തിയേറ്ററിന്റെ ഓണർ അവര് വിചാരിച്ച അവന്റെ ഒക്കെ കൂടി നമ്മ അവന്റെ ഒക്കെ കൂടിയതല്ല. നമ്മള് ടിനി ടോം സാറ് പറഞ്ഞു നിങ്ങൾ സിനിമ കാണാൻ ബാവാന്ന് പറഞ്ഞു. പിന്നെ അവന് നമ്മളെ പുറത്താക്കി കയറ്റുന്നില്ല. അവൻ നേരെ വരുമ്പോ നമ്മ ഇത്രയും ഒന്നിച്ചുള്ളെന്ന് പറഞ്ഞിട്ട് അവൻ മെയിൻറ്റെയിൻ ചെയ്യാതെ പോയി. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. ആ ആറ്റിറ്റ്യൂഡ് നമ്മളിപ്പോ നമ്മളെ ലോങ് നമ്മൾ ചെയ്യുന്നത് കോമാളി തരം എന്ന് പറയാന് എന്തെന്ന് പറഞ്ഞാൽ കോമാളി തരം എന്ന് നല്ല മോട്ടിവേറ്റ് നല്ല ആൾക്കാർ എന്റെ ഫ്രണ്ട് ഉണ്ട്. നല്ല പഠിച്ച് നല്ല വിദ്യാഭ്യാസം നല്ല മോട്ടിവേറ്റ് ഉള്ള ആൾക്കാർ ഞങ്ങൾക്ക് നല്ല 100% സപ്പോർട്ടാണ്. കോമാളി എന്ന് പറയുന്നത് നമ്മൾ മദ്യപിക്കുന്നില്ല, സിഗരറ്റ് കഴിക്കുന്നില്ല, പിന്നെ ഒരാളെ ഇൻസൾട്ട് ഒരു കോമാളി ചെയ്യുന്ന നമുക്ക് ഒരാള് സ്നേഹത്തോട് പെരുമാറാം. സ്നേഹത്തോട് നമുക്ക് ഈ കൊണ്ടുവരുന്ന ആൾക്കും നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കും ഒരു കോമാളി തരല്ല. അത് നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്ത് പോയാല് ഇപ്പൊ ബൊമ്പ് ഇട്ടിട്ട് ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ അത് കോമാളി തരല്ലേ. അത് മുഖം കാണിക്കാത്ത നമ്മ ഫേസ് ടു ഫേസ് ഇപ്പൊ പെരേര് ഫുള്ള് ഡാൻസ് കളിച്ചോണ്ടിട്ട് അത് കോമാളി തരല്ലേ. നമ്മൾ ഡാൻസ് കളിക്കുമ്പോ ഇപ്പൊ എന്നോട് പറയുന്നത് 5000 വേദിയിലുള്ള ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കണമെന്ന്. ഇപ്പൊ അതേപോലെ എന്നോട് പറയും പോയി പറയുന്നത് നമ്മ സംസാരിക്കും 5000 അല്ല 10,000. പക്ഷെ ഈ പറയുന്ന വ്യക്തി 10,000 ഉള്ള വേദിയിൽ ചില 100% ഒരു 80% ആൾക്കാരില് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയെന്ന്. പക്ഷെ ആ വ്യക്തിയോട് നമുക്ക് പറഞ്ഞാല് 10,000 വേദിയിലുള്ള ആൾക്കാരെ ആ മുന്നിൽ സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ എത്ര ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കും? അപ്പൊ ഇത് ചെയ്തിട്ട് നമ്മ സംസാരിക്കുന്നത് നമ്മ കോമാളി തരയിൽ നിന്ന് നമ്മ തെറ്റായ വഴിയിൽ പോയിട്ട് നമ്മ ഇത് ചെയ്യുന്നുണ്ട് അവിടെ അംഗീകരിക്കുക. കോമാളി നമുക്ക് നെഗറ്റീവ് കമന്റ് ഒരാൾക്ക് വരാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. മാത്രല്ല ഇപ്പൊ നമ്മ കോമാളി തരം എന്ന് പറയുന്നത് കോമാളി തരത്തില് ഇപ്പൊ നമ്മ അടുത്ത വരുന്നതിന് ഓടും കുതിര ചാടും കുതിര പിന്നെ ഹൃദയപൂർവ്വം വരാൻ നോക്കാം. അങ്ങനെയൊക്കെ ഓടും കുതിര ലാലേട്ടനും മമ്മൂക്ക രണ്ടുപേരും ഫാനാണ്.
അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ലാലേട്ടനും മമ്മൂട്ടിയായാലും രണ്ടുപേരും ഒരേ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തെലുങ്കാന പ്രവാസ. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഈ ബാഹുബലിക്ക് ശേഷമാണ് പുള്ളിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഞാനിപ്പോ ഹൈദരാബാദിലൊക്കെ പോയി പുള്ളിയുടെ ഇപ്പൊ സെൽഫി എടുക്കാൻ നോക്കാൻ എല്ലാ തിയേറ്ററിൽ പോയി കണ്ട്. നേറ്റീവ് റിപ്പോർട്ട് വന്നിട്ട് എല്ലാ തിയേറ്ററിൽ പോയി കണ്ട്. ഏതാണ് കണ്ടത് ഏറ്റവും ഇഷ്ടം? ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? സാഹോദര്യം എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ സലാർ ഇഷ്ടമായി. പിന്നെ ആദിപുരുഷ എനിക്ക് എത്ര ഇതായില്ല, എന്നാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. പിന്നെ മറ്റേ പടവും എനിക്കത് എത്ര ഇതായില്ല. പിന്നെ കൽക്കി എനിക്ക് വളരെ ഇഷ്ടമായി. കൽക്കി നല്ലത്. ഹൈദരാബാദ് അങ്ങനെ ഒരു മനസ്സിൽ ഉണ്ട്. ഇനിയിപ്പോ പ്രവാസിനെ കാണാൻ ആഗ്രഹമുണ്ട്. നേരിട്ട് പോയി അങ്ങനെ ഇരിക്കുക. ഞാൻ ചിലപ്പം ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാലും ഉണ്ണിക്കണ്ണൻ നമ്മ ഇത് സ്മാർട്ട് പിക്സ് മീഡിയയിൽ ഒരു ഇന്റർവ്യൂ എടുത്തു. അതിനുശേഷം ഉണ്ണിക്കണ്ണൻ വൈറലായ ശേഷം ഞാൻ വിളിച്ചു ഉണ്ണിക്കണ്ണനെ. അപ്പൊ എന്നോട് നല്ല രീതിയിലല്ല അത് നമ്മള് ഒന്നിച്ച് കണ്ട ഒരു വ്യക്തിയാണ് ഉണ്ണിക്കണ്ണൻ. അപ്പൊ അങ്ക് പറ്റില്ല എന്നിട്ട് അപ്പൊ എന്നെ കട്ട് ചെയ്ത്. അപ്പൊ തോന്നി നമുക്ക് ഇത് ഈ ഗോള് വ്യക്തിന്ന്. അങ്ങനെ എനിക്ക് തോന്നി. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങളുടെ സ്വപ്നം എന്താണ്? സ്വപ്നം സിനിമയെ കയറണമെന്നുണ്ട്, ബിഗ് ബോസിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പല പല സ്വപ്നങ്ങള്, പല പല റിയാലിറ്റി ഷോയിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ വഞ്ചാട്ടി റിവ്യൂ വരുന്ന എല്ലാവരും കുറിച്ച് ഒരു ആവശ്യമില്ലാതെ കുരങ്ങെന്നൊക്കെ രീതിയിൽ എന്നെ ആക്കി ആവശ്യമില്ലാതെ പറഞ്ഞു. അയാൾ ഏത് കൊലത്തിരിക്കുന്ന അയാൾക്ക് ഉള്ള പടം പൊട്ടിച്ച് ഒരു പടം പിന്നെ ഒരു പടം. ഒരു ഫേസ്ബുക്കിൽ നമ്മളെ കല്യാണത്തിന് വേണ്ടിട്ട് ഭയങ്കര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് പരിചയമില്ല. പക്ഷെ നല്ലോണം രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് കോമാളിത്തരം ഇങ്ങനെ